ഹലോ ഗൈസ്, കടുക്ക സുലഭമായി കിട്ടുന്ന നാടാണെങ്കിലും ഇതുവരെ കടുക്ക ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. പുഴുങ്ങിയെടുത്ത കടുക്ക അമ്മ ഇവിടെ കാമ്പെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് ബിരിയാണിയിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ പൊരിച്ചു മാറ്റുന്നുണ്ട്. ഉള്ളി ശകലം കരിഞ്ഞു പോയോ? കുഴപ്പമില്ല അല്ലെ. വെള്ളം തിളച്ചപ്പം അരി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. വെള്ളത്തിൽ ഹോൾ സ്പൈസസും ആവശ്യത്തിനുള്ള ഉപ്പും ശകലം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. ഞാനിവിടെ കയമ റൈസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും അമ്മ കടുക്ക വൃത്തിയാക്കി കൊണ്ടു തന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് മതി. ഇത്രയും മതി. ഇത് ഞങ്ങളുടെ മാമനാണ് കേട്ടോ. എന്റെ കടുക്ക ബിരിയാണി തിന്നാനുള്ള ഭാഗ്യം ഒന്ന് മാമനുണ്ടായി. റെസ്റ്റ് ചെയ്യാനൊന്നും സമയമില്ല, നമുക്ക് അപ്പ തന്നെ എടുത്ത് പൊരിക്കേണ്ടി വന്നു കേട്ടോ. അധികം അങ്ങോട്ട് ഹാർഡായി പോവാതെ സോഫ്റ്റ് പരുവത്തിൽ എടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പോഴേക്ക് ചോറും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതെ, കടുക്ക എന്തായാലും ഞാൻ കോരി മാറ്റുന്നുണ്ട്. കോരി മാറ്റി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള എണ്ണയിലാണ് ബാക്കി പരിപാടി. ഇത് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഉള്ള മിക്സ് ആണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ലോണം വാടി വരുന്ന സമയത്ത് തക്കാളി, മല്ലിയില, പുതിനയില, കുറച്ച് തൈര് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നല്ലോണം വെന്തുടഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറിയതിനു ശേഷം മാത്രം പൊരിച്ചു വെച്ച കടുക്ക കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഒരു ലെയർ ആക്കി ഇട്ട് കൊടുത്ത് അതിന് മുകളിലായിട്ട് പൊരിച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും ചോറിന്റെ ഒരു ലെയർ കൂടെ ഇട്ട് കൊടുക്കാം. മാമ വന്ന സ്ഥിതിക്ക് കുറച്ച് ചിക്കൻ കൂടെ പൊരിക്കാന്ന് വിചാരിച്ചു. ചിക്കൻ അവിടെ റെഡി ആവുമ്പോഴേക്ക് ഞാൻ ബിരിയാണി വേറൊരു പാത്രത്തിലേക്ക് വിളമ്പി വെക്കുന്നുണ്ട്. റൈസും മസാലയും എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കാണ് കേട്ടോ. അപ്പൊ ദേ നല്ല കിഡിലും കടുക്ക ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാം റെഡിയായ സ്ഥിതിക്ക് നമുക്ക് ഇനി ചോറ് കഴിക്കാം അല്ലെ. ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ആലോചിക്കിരുന്നു, ഞാൻ എന്നാലും ഇത്രയും കാലമായിട്ട് ഈ കടുക്ക ബിരിയാണി എന്തുകൊണ്ട് ട്രൈ ചെയ്തില്ലാന്ന്. അടിപൊളിയാണേ. ഞാനിതൊന്ന് ഫുള്ളാക്കട്ടെ കേട്ടോ. അപ്പോ ടാറ്റാ.